സർവകലാശാലയിലെ പാലയാട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. ആർട്ടിക്കിൾ 153 ഓൾ അബൌട്ട് ഗവർണർ നോട്ട് കാവ്യവൽക്കരണം എന്ന പേരിൽ നടന്ന പരിപാടിയിലാണ് വിശദീകരണം തേടിയത്. SFI യൂണിയൻ നടത്തിയ പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ല എന്ന് VC KK സാജു പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ SFIയുടെ ഒരു വിശദീകരണം വരുന്നത്? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, നിലവിൽ വിവിധ ദിവസങ്ങളിലായി കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് നിയമ പഠനം നടക്കുന്ന ക്യാമ്പസിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. ആർട്ടിക്കിൾ 153 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153 ഓൾ അബൌട്ട് ഗവർണർ നോട്ട് കാവ്യവൽക്കരണം എന്നതായിരുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ. ഇങ്ങനെയുള്ള പരിപാടികൾ, വിവിധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും മറ്റ് സെഷനുകളും ഒക്കെ നടന്നു വരികയാണ്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാറോട് VC KK സാജു വിശദീകരണം തേടിയത്. 2 കാരണങ്ങളാണ് ഈ റിപ്പോർട്ട് തേടാൻ VC പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സർവകലാശാല ക്യാമ്പസുകളിൽ എന്ത് പരിപാടികൾ നടന്നാലും ആ പരിപാടിക്ക് സർവകലാശാല VCയുടെ അനുമതി വാങ്ങണം എന്ന ഒരു സർക്കുലർ നേരത്തെ ഇറങ്ങിയതാണ്. വിവാദ സർക്കുലർ അത്തരത്തിലൊന്നുണ്ടായിരുന്നു. അത്തരമൊരു അനുമതി ഈ പരിപാടിക്ക് വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, VCയെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുപ്പിച്ച മറ്റൊരു കാരണം ഇതിന്റെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 153 ഗവർണർ എന്താണ്, അല്ലെങ്കിൽ ഗവർണറുടെ ഭരണഘടനാപരമായ പദവി എങ്ങനെയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അങ്ങനെ ഒരു കാര്യം ചർച്ചയാകുമ്പോൾ ഈ ഭരണഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാവുന്ന പരിപാടിയാണോ എന്നറിയുക എന്നതായിരുന്നു VC റിപ്പോർട്ട് തേടാനുള്ള രണ്ടാമത്തെ കാരണം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് രജിസ്ട്രാറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. രജിസ്ട്രാറുടെ റിപ്പോർട്ട് ഉടൻ തന്നെ VCക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ തുടർന്ന് നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. SFI ഇക്കാര്യത്തിൽ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യവും അവിടെ ഇല്ല. പകരം എന്താണ് ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരം, അല്ലെങ്കിൽ ഈ ഗവർണർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമം എങ്ങനെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ചയായത്. ഈ പേര് മാത്രം നോക്കിയുള്ള ഒരു നടപടിയാണ് VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ SFI ഇക്കാര്യത്തിൽ പറയുന്നത്. ശരി നിഖിൽ, കണ്ണൂർ സർവകലാശാലയിലെ പാലയാട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടിയിലാണ് ഇപ്പോൾ ഗവർണർ ഒരു വിശദീകരണം, വൈസ് ചാൻസലർ വിശദീകരണം തേടിയിരിക്കുന്നത്. SFIയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്.